ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസണിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. താരങ്ങളുടെ പരിക്കുകളെയും വിലക്കുകളെയും അതിജീവിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് കൊമ്പന്മാരുടെ മുന്നേറ്റം. 6 മത്സരങ്ങൾ കഴിയുമ്പോൾ 13 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ്. എന്നാൽ മുന്നേറ്റ താരം പെപ്രെ ഫോമിലേക്ക് എത്താത്തത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് തലവേദന തന്നെയാണ്. 6 മത്സരങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ഗോളോ അസിസ്റ്റോ നേടാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ഈസ്റ്റ് ബംഗാളുമായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ സൂപ്പർ താരം ദിമിത്രിയോസ് റെഡ് കാർഡ് കണ്ട് പുറത്തായത്. ആ ഒരു കുറവ് പരിഹരിക്കാനാണ് നവംബർ 25-ന് ഹൈദരാബാദ് എഫ്സിയുമായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ ഇന്ത്യൻ മുന്നേറ്റ താരം ഇഷാൻ പണ്ഡിത ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11-ൽ ആദ്യമായി എത്തുന്നത്. ഇതുവരെയും താരത്തിന് വളരെ കുറച്ച് സമയം മാത്രമേ കളിക്കളത്തിൽ അവസരം ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത മത്സരത്തിൽ ഇഷാൻ പണ്ഡിതയ്ക്ക് ആദ്യ 11-ൽ തന്നെ അവസരം ലഭിക്കും എന്നതാണ്. അങ്ങനെ വന്നാൽ ഇഷാൻ പെപ്ര കോമ്പിനേഷൻ ആയിരിക്കും വരും മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഹൈദരാബാദ് എഫ്സിക്കെതിരെ ഇഷാൻ പണ്ഡിതയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ വരും മത്സരങ്ങളിൽ പെപ്രയെ മാറ്റി ആദ്യ 11-ൽ കയറാൻ സാധിച്ചെന്നും വരും. കാരണം മുന്നേറ്റ നിരയിൽ ഗോൾ അടിക്കാൻ മികവ് കാട്ടുന്ന ഒരു ഇന്ത്യൻ താരം എത്തിയാൽ പെപ്രയെ പിൻവലിച്ച് പരിക്കുമാറി തിരികെ എത്തുന്ന വിദേശ താരം ലെസ്കോവിച്ചിനെ പ്രതിരോധ നിരയിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് ഉൾപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ വന്നാൽ പ്രിതം കൊട്ടാലിനൊപ്പം ലെസ്കോവിച്ചും വിലക്കുമാറി തിരികെ എത്തുന്ന പ്രബീർ ദാസ്, മിലോസ് കൂടി അണിനിരന്നാൽ ശക്തമായ പ്രതിരോധ നിരയും ബ്ലാസ്റ്റേഴ്സിന് കിട്ടും. കൂടുതൽ ISL അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.